കരയുന്നവരെന്ന് പറയണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സഹാബികളെ, സന്തോഷം കൊണ്ട് തന്നെയാണ് നിങ്ങളോട് പെരുന്ന് ഞാൻ പത്തിരി കഴിച്ചത്. പക്ഷേ ഇപ്പൊ ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല. സഹാബികൾ പറഞ്ഞ നബിയെ, തോയിഫിന്റെ തെരുവോരത്ത് വെളുപ്പത്തിന്റെ പിള്ളേര് മൂർച്ചയുള്ള കരിങ്കൽ ചീലുകൾ കൊണ്ടങ്ങയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞ് തൊലി പൊട്ടി മാംസം പുറത്തു വന്ന് രക്തമൊഴുകിയിട്ട് കരയാത്ത റസൂലേ, ഒരുപാട് പട്ടിണി കിടന്നിട്ട് കരയാത്ത റസൂലേ, ഇപ്പോഴീ പട്ടിണി കിട്ടിയപ്പോൾ എവിടെ നിന്ന് കരന്നരന്തിനാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുന്ന സഹാബികളെ, നിങ്ങൾക്ക് ഞാൻ പത്തിരി വിളമ്പി തന്നിട്ട് അതിൽ നിന്നൊരു കഷണം പത്തിരി ഞാൻ കഴിച്ചു പോയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ നിൽക്കുന്ന ഭയാനകരമായ മലക്കുകൾക്ക് പോലും രക്ഷയില്ലാതെ അതേ തൂണിൽ കിടന്നാടുന്ന കാറ്റത്തെ തുണിക്കഷണം പോലെ ആടി പറക്കുന്ന പരലോകമുണ്ടല്ലോ, ആ ലോകത്തെ കുറിച്ച് ഓർത്തപ്പോ എനിക്ക് പേടിയാകുന്ന സഹാബത്തെ, അതോർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സഹാബികൾ പറയുന്ന നബിയേ, ഒരു കഷണം പത്തിരി കൊണ്ട് പരലോകത്തെ ഓർത്ത് കരയാനുള്ള കാരണമെന്തെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബത്തെ, എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരിച്ച് കബറിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ, ആ കബറിന്റെ അകത്തിരുന്ന് മനുഷ്യരെ മുഴുവനും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ, ആ കബറിന്റെ അകത്തിരുന്ന് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോ, ലോകമുണ്ടായത് മുതൽ മനുഷ്യരുണ്ടായത് മുതൽ സർവസിദ്ധികരാചരങ്ങളെയും പടച്ചവന്റെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ കൈകാലി വിറച്ചു വിറങ്ങലിച്ചു നിൽക്കുമ്പോ അവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ വന്ന് പറഞ്ഞ ഒരായത്തുണ്ട് സഹാബികളെ. ആ ആയത്തിനെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാ, എന്റെ മനസ്സ് പേടിക്കുകയാ, എന്റെ ഹൃദയം വിറയ്ക്കുകയാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് മുത്ത് റസൂൽ പറയുകയാ. എന്റെ പറണ്ടോട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആയത്തെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സഹാബത്തെ, അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പടച്ചതമ്പുരാന്റെ ഡയറക്റ്റ് വിചാരണ നടക്കുന്ന മത്സര പടച്ചവരെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അല്ലാ, ഞാൻ ഇന്ന് കഴിച്ച ഒരു കച്ചണം പത്തിരിയില്ലേ, അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ നടത്തുന്ന ഒരവസ്ഥ വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കരയുമ്പോ സഹാബികൾ കരയാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നബിയെ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ, ഞങ്ങൾ കഴിച്ച ഭക്ഷണമോ, ഞങ്ങൾ കിടക്കാൻ വേണ്ടി വിരിക്കുന്ന വിരിപ്പോ, ഞങ്ങളുടെ വാഹനങ്ങളോ, ഞങ്ങളുടെ സുഖങ്ങളോ, ഞങ്ങളുടെ സന്തോഷങ്ങളോ നബിയെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ രംഗം ഓർത്തിട്ട് നിങ്ങളുടെ കണ്ണ് നിറയുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് കരയാത്ത ഒരു കാലഘട്ടം വരാമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, അവർക്ക് പരലോകത്തിന്റെ ചിന്തയില്ല, അവർക്ക് കബറിന്റെ ചിന്തയില്ല, അവർക്ക് മരണഭയമില്ല, അവർക്ക് വിചാരണയുടെ ചിന്തയില്ല. അങ്ങനെ കന്നുകാലികളെ പോലെ തിന്നു കുടിച്ചു സുഖിച്ച് രസിച്ച് രമിച്ച് ആഹ്ലാദിച്ചാനന്ദിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം എന്റെ കാലഘട്ടത്തിന് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇനി കോർത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് ആരംഭ റസൂൽ പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തെ കുറിച്ച് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ. ആ കാലഘട്ടത്തെ കുറിച്ച് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ. യുഹിബ്ബൂനൽ ഹയാത വയൻസൂനൽ മമാത്. ആ കാലഘട്ടത്തിൽ ഉള്ളവരാണോ ഈ പറണ്ടോട് വന്നിരിക്കുന്ന ആണും പെണ്ണുമെന്ന് നിങ്ങൾ തുറന്ന മനസ്സോടെ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുഹിബ്ബൂനൽ ഹയാത, അവർ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, മരണം വെറുക്കുന്നവരാ, മരണത്തെ അവർക്ക് താല്പര്യമില്ല. മരിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യർ ഇതങ്ങളുടെ മുമ്പ് പോയിട്ട് ഭസ്മം വാങ്ങി കഴിക്കുന്നവരാ, അവര് തരുന്നതിന് ഇളിയിലും മരയിലും കെട്ടിയിട്ട് ജീവിക്കുന്നവരാ. അവർക്ക് മരിക്കാൻ ഇഷ്ടമല്ല, അവര് മരണത്തെ ഓർക്കാൻ പോലും താല്പര്യമില്ല. അവർക്ക് ജീവിച്ചാൽ മതി, കൊട്ടാരങ്ങളിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, അധികാരത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, സുഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് പോയാ മതി. അങ്ങനെയുള്ള എത്ര ആളുകൾ ഇവിടെയുണ്ടല്ലോ. റസൂൽ വീണ്ടും പറയുകയാ, യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. നാദാവിന്റെ കഴുത്തിൽ 5 പവന്റെ സ്വർണ്ണത്താനിക്ക് വേണ്ടിയിട്ട് വേദനയോടെ പ്രസവിച്ച സ്വർഗ കൊട്ടാരമാരെ ഉമ്മയുടെ ഗർഭാശയത്ത് കത്തികൊണ്ട് കുത്തിക്കീറിയിട്ട് ആ മാല കൊണ്ട് കാളയെ പോലെ ഇറങ്ങി ഓടുന്ന മക്കളുടെ കാലമാണ് സഹാബത്തെ. യുഹിബ്ബൂനൽ മാല, അവർക്ക്
പണം മതി സഹാബ, അവർക്ക് പണം മതി സഹാബ. ആണാകട്ടെ പെണ്ണാകട്ടെ പണം മതി സഹാബ. പലിശക്കാകട്ടെ, കഞ്ചാവ് കൃഷി നടത്തിയിട്ടാകട്ടെ, മോഷണം നടത്തിയിട്ടാകട്ടെ, പൊതുമുതൽ കയ്യിട്ട് മാറിയിട്ടാകട്ടെ, അവർക്ക് പണം മതി സഹാബ. അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ കൈകാലി വിറച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചു പോകുന്ന മഹിഷറയുടെ മുറ്റത്ത് അല്ലാഹു നടത്തുന്ന വിചാരണ എന്ന് പറയുന്ന ഭയാനകതയെ അവർ മറന്നു പോകുന്നവരാണ് സഹാബ. യുഹിബ്ബൂന ദുനിയാ, അവർ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാ സഹാബ. വയൻസൗനൽ ആഖിറ, അവർ പരലോകം മറക്കുന്നവരാണ്, അവർ പരലോകം മറക്കുന്നവരാണ്. യുഹിബ്ബൂനൽ ഖുസൂറ, അവർക്ക് ഇഷ്ടം മാളിക സൗധങ്ങള് കൊട്ടാരങ്ങളാണ്. വയൻസൗനൽ ഖുബൂർ, ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ കിടക്കുന്ന ഞാനെന്തായാലും കിടക്കണമല്ലോ എന്ന ചിന്ത മറന്നു പോകുന്നവരാണവര്. ഈ വിഭാഗത്തിൽപ്പെട്ടവരെ, എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന മനസ്സുമായി വന്നവരെ, സന്തോഷത്തോടെ പിരിയാൻ നമുക്ക് കഴിയില്ല. ആഹ്ലാദത്തെ മറതല്ലുന്ന പറന്തോടിലെ കൈമയ്യഫിന്റെ പ്രവർത്തകരെ ചിരിച്ചുകൊണ്ട് പിരിയാൻ നമുക്ക് കഴിയില്ലടാ. ഇവിടെ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ആനന്ദത്തിൽ ആഹ്ലാദിച്ച് പിരിയാൻ നമുക്ക് കഴിയില്ല പോരെ. കാരണം പറയുന്നതല്ലാന്റെ കോടതിയെ കുറിച്ചാ, റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ചാ. നിങ്ങൾ ഒരുപാട് ആളുകൾ ചിന്തിക്കുമല്ലോ.